ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ ED നടപടിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. ഡൽഹി ഷഹീദ് പാർക്കിലാണ് പ്രതിഷേധം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ? വേണുഗോപാലകൃഷ്ണൻ, കഴിഞ്ഞ ദിവസം കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് കോടതിയിൽ നിന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടതിന് തൊട്ടു പിന്നാലെയാണ് തുടർ പ്രതിഷേധങ്ങൾ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചത്. അതിൽ ആദ്യത്തെ പ്രതിഷേധമാണ് ഇന്ന് ഡൽഹിയിലെ ഷഹീദ് പാർക്കിൽ പ്രതിഷേധിക്കും എന്നുള്ളത്. ഷഹീദ് പാർക്ക് ഡൽഹിയിൽ രക്തസാക്ഷികളായ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ സ്മരണയ്ക്കായി തീർത്ത പാർക്കാണ്. ഇവിടെയാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായും രക്തസാക്ഷി ദിനത്തിലും പുഷ്പാർച്ചന അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്ന പാർക്കാണ്. ഇവിടെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എത്തി പ്രതിഷേധിക്കുന്നത്. ഇന്നത്തെ പ്രതിഷേധത്തിന് മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ നേതാക്കളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കൊപ്പം എന്നുള്ളതാണ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും CPI ജനറൽ സെക്രട്ടറി D രാജ എന്നിവരടക്കമുള്ളവർ ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തും. ഒപ്പം തന്നെ മറ്റ് പാർട്ടികളുടെ പ്രതിനിധികളും ഈ വേദിയിൽ എത്തും. ഷഹീദ് പാർക്കിൽ എത്തി ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അതിശക്തമായ പ്രതിഷേധങ്ങളാണ് കെജ്രിവാളിന്റെ അറസ്റ്റിന് എതിരായി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ നടത്തിയത്. ഡൽഹിയിൽ ITOയിൽ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധങ്ങൾ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്നത്തെ പ്രതിഷേധം നടക്കുന്നത്. പ്രധാനമായും ഈ കെജ്രിവാളിനെതിരായ നടപടി എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നടപടി എന്ന നിലയിലാണ് ഇത് നടക്കുന്നത് എന്ന് പ്രചരണം നടത്താൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് കൃത്യമായി കേന്ദ്ര ഏജൻസികളെ BJP-യുടെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നും ഇതിലൂടെ പ്രതിപക്ഷ നേതാക്കളെ ഒന്നടക്കം ലക്ഷ്യം വെക്കുകയാണ് എന്നും പ്രചരണം നടത്താൻ, രാജ്യവ്യാപകമായി തന്നെ പ്രചരണം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത് എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്ന ചോദ്യം ഉയരുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നതിന് മറുപടിയായിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ അത് പുറത്തുവിട്ടുമ്പോൾ BJPക്ക് ഉണ്ടാകുന്ന തിരിച്ചടി അത് മറികടക്കാൻ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് കോടതിയുടെ പരിഗണനയിൽ കെജ്രിവാളിന്റെ ഹർജി ഇരിക്കെ ധൃതി പിടിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നത് പ്രചരണമാക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ഇന്ത്യ മുന്നണി ഒട്ടാകെ അത് പ്രചരണമാക്കും. അതിന്റെ ഭാഗമായുള്ള ആദ്യ പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ ഷഹീദ് പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മറ്റ് പാർട്ടി നേതാക്കൾ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ നേതാക്കളും ഷഹീദ് പാർക്കിലെ ഈ പ്രതിഷേധ വേദിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കൊപ്പം അണിചേരും. ബൽറാം, വലിയ പങ്കാളിത്തമുണ്ടോ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ പ്രതിഷേധത്തിന്? എത്ര മണിവരെ ഈ പ്രതിഷേധം തുടരാനാണ് ആലോചന? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? വേണു, ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ പ്രധാന റോഡുകളിൽ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് സമീപം, BJP ആസ്ഥാനത്തിന് സമീപം അടക്കമുള്ള ഇടങ്ങളിൽ പോലീസ് ബാരിക്കേഡുകൾ നിരത്തിയിട്ടുണ്ട്, പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏതാണ്ട് 200-ലേറെ പേർ ഇവിടെ ഈ ഷഹീദ് പാർക്കിന് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഷഹീദ് പാർക്കിൽ ധർണ നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. കൂടുതൽ പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന പ്രതിഷേധം, ITOയിൽ റോഡ് ഉപരോധിച്ച് നടത്തിയ പ്രതിഷേധത്തിൽ ഏതാണ്ട് 300ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരുന്നു. ഇതൊരു തുടർ സമരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. കാരണം ഒരു അഴിമതിക്കെതിരെ സന്ദേശവുമായി എത്തിയ അരവിന്ദ് കെജ്രിവാൾ എന്ന ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് തന്നെ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ അതിലൂടെ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ ആം ആദ്മി ആരോപണം എന്നത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസ് എന്നുള്ളതാണ്. അതിലൂടെ ഉണ്ടാകുന്ന ആഘാതം മറികടക്കാൻ കഴിയുന്ന തരത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസ്
ആണ് എന്നും കെജ്രിവാളിനെ ഇരയാക്കുകയായിരുന്നു എന്നുമുള്ള പ്രചരണം നടത്തുക, ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ലക്ഷ്യം വെച്ചാണ് ഈ ഘട്ടത്തിൽ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നും ഇലക്ട്രോറൽ ബോണ്ടുകൾ പുറത്തുവിട്ടതിലൂടെ BJPക്ക് ഉണ്ടാകുന്ന മറ്റ് ആഘാതം അത് മറികടക്കാൻ ലക്ഷ്യം വെച്ച് എല്ലാമാണ് BJPക്ക് പണം നൽകിയത് എന്നതടക്കമുള്ളത് വ്യക്തമാകും. ആ ഘട്ടത്തിൽ അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറികടക്കാനാണ് കെജ്രിവാളിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള പ്രചരണം ലക്ഷ്യം വെച്ചാണ് ആം ആദ്മി പാർട്ടി തുടർ പ്രചാരണങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇന്ന് പ്രഖ്യാപിച്ച പ്രതിഷേധമാണ് ഷഹീദ് പാർക്കിൽ. ഇന്ന് ഉച്ചവരെ ഈ പ്രതിഷേധം നടക്കും. മറ്റ് നേതാക്കൾ, മറ്റ് പാർട്ടികളുടെ നേതാക്കൾ അടക്കം പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ് ഇത്. ഈ കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം പ്രതിപക്ഷ പാർട്ടികളും ആം ആദ്മി പാർട്ടിയും പ്രതിഷേധങ്ങൾ പ്രഖ്യാപിച്ചു എങ്കിൽ പോലും സംയുക്തമായി ഒരു വേദിയിലേക്ക് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ അടക്കം എത്തിക്കുന്ന ആദ്യ പ്രതിഷേധമാണ് ഷഹീദ് പാർക്കിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകും ഈ മാസം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഡൽഹി ഷഹീദ് പാർക്കിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാരും അല്പസമയത്തിനകം അവിടെ എത്തും.